എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ല. അത് കഴിഞ്ഞൊരു വിഷയമാണ്. ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത്, രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. ഒരു കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. പിന്നീട് സ്ക്രീനിലെ ആ താരജോഡികൾ ജീവിതത്തിലും ഒന്നായപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ആ വാർത്തയെ സ്വീകരിച്ചത്. ഇരുവരുടെയും ഒന്നിച്ചുള്ള ജീവിതവും അവരുടെ വിശേഷങ്ങളും ആവേശത്തോടെയായിരുന്നു മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. അത്രമേൽ മഞ്ജുവിനെയും ദിലീപിനെയും ആരാധകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് കാലത്തിന്റെ ഒഴുക്കിൽ പ്രേക്ഷകരുടെ ഈ പ്രിയ താരജോഡികൾ വേർപിരിയുകയും രണ്ടുപേരും രണ്ട് ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ അത് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഏകദേശം 14 വർഷത്തോളം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോയതിനു ശേഷമാണ് വേർപിരിഞ്ഞത്. ദിലീപിന്റെ കൂടെ കഴിയുന്ന ഇരുവരുടെയും മകൾ മീനാക്ഷി ഈ അടുത്താണ് MBBS പൂർത്തിയാക്കിയത്. എന്തൊക്കെയായാലും ഇരുവരുടെയും വേർപിരിയൽ വളരെ സമാധാനപരമായിരുന്നു. യാതൊരു തരത്തിലും പരസ്പരം പഴിചാരാതെയാണ് ഇരുവരും ഇതുവരെ മുന്നോട്ട് പോയത്. എന്നിരുന്നാലും ഇവരുടെ വേർപിരിയലിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുറതെറ്റാതെ ഇന്നും നടക്കുന്നുണ്ട്. 2015 ഇരുവരും ഔദ്യോഗികമായി വിവാഹബന്ധം അവസാനിപ്പിച്ചത്. ആ സമയത്ത് മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം പോകാൻ താല്പര്യം കാണിച്ചത് ആരാധകരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയതും ഞെട്ടിക്കുന്നതുമായ വാർത്തയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ ജീവിത വഴികളിലാണ്. മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലെ മുൻനിര നായികയാണ്. ദിലീപ് നിരവധി ചിത്രങ്ങളിൽ തന്റെ നായികയായ കാവ്യ മാധവനെ വിവാഹം കഴിച്ചു ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹമോചന സമയത്ത് ദിലീപിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നും അദ്ദേഹം ആ വേർപിരിയലിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു എന്നുമെല്ലാം പ്രമുഖ സംവിധായകനായ ജോസ് തോമസ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മായാമോഹിനി എന്ന ദിലീപ് ചിത്രത്തിന്റെ സമയത്ത് ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയുന്നു എന്നുള്ള വാർത്തകൾ വളരെ സജീവമായി നിന്ന സമയമായിരുന്നു. എന്നാൽ ആ സമയത്ത് പലതവണ താൻ സിനിമയുടെ ഭാഗമായി ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ താൻ കണ്ടിട്ടില്ല എന്നും സന്തോഷത്തോടെയാണ് ഇരുവരും താൻ ചെല്ലുമ്പോഴൊക്കെ വീട്ടിൽ ഇടപഴകിയിരുന്നതെന്നും അദ്ദേഹം ഓർക്കുന്നു. പിന്നീട് ഇരുവരും വേർപിരിയുന്നു എന്ന കാര്യം സംസാരിക്കുന്ന തന്നോടടക്കം എല്ലാവരോടും അതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ശൃംഗാരവേലൻ എന്ന സിനിമയുടെ സമയത്താണ് ഇരുവരുടെയും ബന്ധം വഷളാവുന്നതും വേർപിരിയലിൽ എത്തുന്നതും. എന്നാൽ ഈ വേർപിരിയൽ ഒരിക്കലും ദിലീപിനെ സംബന്ധിച്ച് വളരെ സുഖകരമായ ഒന്നായിരുന്നില്ല എന്നും അദ്ദേഹത്തെ ഇത് മാനസികമായി ശരിക്കും മോശമായി ബാധിച്ചിരുന്നു എന്നുമാണ് ജോസ് തോമസ് തുറന്നു പറയുന്നത്. അന്ന് ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളും ജോസ് തോമസ് പറയുന്നുണ്ട്. എത്രയോ സന്തോഷത്തോടെ ജീവിച്ചവരാണ് തങ്ങളെന്നും ഇരുവരും പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ മകളുടെ ഭാവി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ മൗനം ആയിട്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അത് കഴിഞ്ഞ വിഷയമാണ്. കാരണം എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ല. അത് കഴിഞ്ഞൊരു വിഷയമാണ്. ഇതെല്ലാം തന്നെ തന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാണെന്നും ദിലീപ് വേദനയോടെ പറഞ്ഞിരുന്നു എന്ന് ജോസ് തോമസ് ഓർക്കുന്നു. അന്ന് ആ വേദന താങ്ങാനാവാതെ ദിലീപ് പലപ്പോഴും തന്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നാണ് ജോസ് തോമസ് പറയുന്നത്. അന്ന് ദിലീപിന്റെ മുഖത്ത് മനസ്സിലുള്ള സങ്കടം ശരിക്കും പ്രകടമായി കാണാൻ കഴിയുമായിരുന്നെന്നും പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും മഞ്ജുവിനെ തന്റെ മുമ്പിൽ വെച്ചോ മറ്റാരുടെയും മുമ്പിൽ വെച്ചോ കുറ്റം പറഞ്ഞതായി തനിക്ക് അറിയില്ല എന്നും ജോസ് തോമസ് പങ്കുവെക്കുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് മഞ്ജു വാര്യർ ഇന്നേ വരെ ആരോടും ഒന്നും തുറന്നു സംസാരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മഞ്ജു വാര്യരുടെ മറുപടി മൗനം മാത്രമായിരുന്നു. അത് ഇരുവരുടെയും സ്വകാര്യതയാണ്, തന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും സ്വകാര്യതയാണ്. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് മഞ്ജു ഒരിക്കൽ പറഞ്ഞത്. ഒന്നാമതായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്? ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.
അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത്. രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ ദിലീപിൻ്റെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാണാറുണ്ട്, ആസ്വദിക്കാറുമുണ്ട് ഞാൻ. മാത്രമല്ല വിവാഹമോചന ശേഷം ഇന്നേ വരെ ദിലീപ് എന്ന വാക്കോ ആ 3 അക്ഷരങ്ങളോ മഞ്ജു വാര്യർ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യക്തമായൊരു സത്യമാണ്. മഞ്ജുവിന്റെ കൂടെ അഭിനയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് നൽകിയ മറുപടി, ഒരു കഥാപാത്രത്തിന് മഞ്ജു തന്നെ വേണം എന്നുള്ള അവസ്ഥയാണ് വരുന്നതെങ്കിൽ മഞ്ജുവിനോടൊപ്പം അഭിനയിക്കാൻ തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നും തനിക്ക് അങ്ങനെ യാതൊരു ദേഷ്യവുമില്ല എന്നും ദിലീപ് ഇതിനുശേഷം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദിലീപിനോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, എന്നെങ്കിലും അഭിനയിക്കുമോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അത്തരം ചോദ്യം വേണ്ട എന്ന് മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് മഞ്ജുവിനുള്ളത്. അപ്പോഴും പ്രകോപിതയാകാതെ സൗമ്യമായി പ്രതികരിക്കുന്ന മഞ്ജു വാര്യരെയാണ് മലയാളി ഇന്നേ വരെ കണ്ടിട്ടുള്ളത്.